കച്ചവടം. ഭരണാധികാരികൾ നേതാക്കന്മാരൊക്കെ അക്രമികളായിരിക്കും. പണ്ഡിതന്മാർക്ക് അത്യാഗ്രഹായിരിക്കും, സ്ഥാനമാനം പണം കിട്ടണം. പണിയെടുത്ത് ഇബാദത്ത് ചെയ്യും നാടന്മാര്, പക്ഷെ ലോകമാന്യല്ലാതെ ഒന്നും ഉണ്ടാവില്ല. കച്ചവടക്കാര് അഖിലി റിബ, പലിശ നല്ലോണിയിരിക്കും. അവരേർപ്പാടൊക്കെ പലിശയാണ്. മര്യാദയ്ക്ക് ചെറിയ കച്ചവടം ഉണ്ടായിരുന്നതാണ്. ആ കച്ചവടം വലുതാകാൻ വേണ്ടി ബാങ്കിന് പലിശ എടുത്ത്. ഇതിന്റെ ആവശ്യമില്ല. പിന്നെന്തേ ഒരു വളരണം. എത്ര കച്ചവടം ഉണ്ടോ അത്രയും ഓനെ എവിടുന്ന് എടുക്കും? ബാങ്കിൽ നിന്ന്. കച്ചവടക്കാരെല്ലാം പലിശ തിന്നുന്നവരായിരിക്കും. പെണ്ണുങ്ങൾ ദുനിയാവിന്റെ അലങ്കാരത്തിന്റെ പിന്നാലെ ഓടും. അങ്ങനുണ്ട്. ഹജ്ജിന് പോയി വന്ന ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു, പെണ്ണുങ്ങളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക് കണ്ടിട്ട് ഞാൻ ബേജാറായി പോയാണ്. എവിടെ നിയന്ത്രിക്കണ? റോളയുടെ പരിസരത്ത്. റോളയിലേക്ക് ആളുകൾ നിയന്ത്രിക്കുക ലിപ്സ്റ്റിക്കാ. അതിട്ട ഒന്നും സഹിയാവൂല. എന്നാ പിന്നെ ഓക്ക് ഉദുവിന്റെ നേരാവൂല. അപ്പോൾ പള്ളി കയറാനും പറ്റൂല. ഇത് വയാ അത് പോവും, അത് വയാ അത് പോവും. മനസ്സിലായില്ല? അള്ളാഹ് ഹറാമാക്കിയ സാധനമാണത്. മനസ്സിലായി? എവിടെ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നിൽക്കണത്? അർമേനും അല്ല ആചാര്യ, റൗളത്തു ശരീഫയിൽ മുത്തനബിന് മുന്നിൽ. പെണ്ണുങ്ങൾക്ക് ദുനിയാവിന്റെ സീനത്തിന്റെ പിന്നാലെ. അക്കാലത്ത് ഭരണാധികാരി രക്ഷിക്കും. നിങ്ങൾ എന്തിനാ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നത്? ഇജ്ജ് നന്നായോ? ഓനെ അള്ളാഹ് നന്നാക്കി തരുമല്ലോ. അയാൾക്ക് നന്നാകാലോ. മനസ്സിലായില്ലേ? എന്തിനാണ് പിണറായി വിജയനെ കുറ്റം പറയുന്നത്? ഇനി പിണറായി വിജയൻ പോയിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായ എവിടെ വന്നോ? അയ്യേ എന്റെ പൊട്ടാടിയെ ഇത്ര വലിപ്പുണ്ടല്ലോ. അനക്കെ MLA കോട്ടേഴ്സ് പോയി കടന്നുറങ്ങാം. മന്ത്രി എൻ്റെ മൂത്താപ്പാന്റെ അമ്മായിന്റെ മകളെ കിട്ടിയവന്റെ മൂത്തമ്മാന്റെ മകനാണ് എന്നറിയാം. അങ്ങനെയൊക്കെ പറയാം. നമ്മളെ മന്ത്രി ഉണ്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രി. എൻ്റെ മൂത്താപ്പാന്റെ മകളെ കിട്ടിയവന്റെ അമ്മായിമാന്റെ മൂത്താപ്പാന്റെ മകന്റെ കുട്ടിയാണ് എന്ന് പറയും. ഞാനും അങ്ങനെയൊക്കെ ഉണ്ട് പറയാം. അല്ല, അതൊരു എളുപ്പത്തിലാണോ? എന്നിട്ട് എനിക്ക് ഇവിടുന്ന് വണ്ടി കയറാം. സ്ഥിരമായി വണ്ടി കയറുന്ന പോലെ ആളുകളപ്പം കാണാറില്ല. ഇനി ഒരു ഭരണം മാറിയാൽ വണ്ടി കയറും. ഇടയ്ക്കിടയ്ക്ക് രാത്രി നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോകാൻ തിരുവനന്തപുരത്ത് പോകാന്ന് പറയും. ഇപ്പം എന്തൊരു പോകാത്ത ഇവിടുന്ന് അല്ലാതെ ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ വേറൊരു കൂട്ടരാണ് പോണത്. ഇനി പെരുമാറും. ഈ മാറ്റല്ലാതെ പെട്രോളിന് പിന്നെയും പൈസ കൂട്ടി കൊടുക്കേണ്ടി വരും. അരിക്ക് വില കുറയില്ല. ഒന്നും കുറയില്ല. പ്രിട്ടോറിയ ഭരണകൂടം തകർക്കപ്പെട്ടു 1990. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ പ്രിട്ടോറിയ വെള്ളപ്പട്ടാളത്തിന്റെ തകർച്ച വന്നു. പിന്നെ തദ്ദേശീയർ അധികാരത്തിൽ കയറിയ ആ ആഴ്ച ആഫ്രിക്കക്കാര് വണ്ടി കയറി ബസ് കയറി പൈസ കൊടുക്കൂല. അപ്പോ പൈസ കൊടുക്കാത്ത എന്താണ് കണ്ടക്ടർമാർ ചോദിച്ചാൽ പറയും, നമ്മൾ വെള്ളക്കാരുടെ കാലത്തല്ലേ പൈസ കൊടുക്കും, ഇപ്പൊ നമ്മൾ നാടൻ. മനസ്സിലായില്ല? വെള്ളക്കാർ പോയല്ലോ, ഇനി നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളാണല്ലോ, നമ്മൾ വണ്ടിയല്ലേ. എങ്ങനെയുണ്ട്? വിചാരിച്ചോ നമ്മളെ വണ്ടി തന്നെ വണ്ടി കയറിക്ക? അത് UDF വലിച്ചാലും LDF വലിച്ചാലും BJP വലിച്ചാലും വണ്ടിക്ക് ടിക്കറ്റ് കറക്റ്റായിരിക്കും. വെള്ളക്കരം കൃത്യമായിരിക്കും, എല്ലാം കൃത്യമായിരിക്കും. അതേ സമയത്ത് നീ കയ്യുമായവനെ പ്രത്യേകമായി പരിഗണിച്ച് തൗബ ചെയ്താൽ ഇവരൊക്കെ ഇവരായിക്കൊണ്ട് തന്നെ നിന്റെ മേൽ അത്വ ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു തആല
ഒരുക്കിത്തരും. ഇവരെല്ലാം നിന്റെ യജമാനൻ ആരാണ്? അല്ലാഹ്. നിന്റെ യജമാനൻ അല്ലാഹ്. ഹദീസ് ഒന്നും കൂടി പറയാം, ഏകദേശം അവസാനിപ്പിക്കുകയാണ്. സയഅതി സമാനുൽ ഉമ്മത്തി, എന്റെ സമുദായത്തിന് ഒരു കാലം വരും, അവരുടെ ഭരണാധികാരികൾ ആയിരിക്കും അലൽ ജൗരി, അക്രമത്തിന് മേലായിരിക്കും. പണ്ഡിതന്മാർ അത്യാഗ്രഹമുള്ളവരായിരിക്കും, സ്ഥാനമാനവും പണവും. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന നാടന്മാർക്ക് റിയാഅ് മാത്രമായിരിക്കും. കച്ചവടക്കാർക്ക് പലിശ തിന്നൽ മാത്രമായിരിക്കും. പെണ്ണുങ്ങൾക്ക് ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമായിരിക്കും. ഇതന്നെ തന്നെ, ഇനി വർത്താനം പറയണ്ട. ആഖിർ സമാനിൽ അങ്ങനെയാണ്. കാരണം ജനങ്ങളൊക്കെ ഇവിടെ മോശമായത് യഥാർത്ഥത്തിൽ ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ മോശം ഇങ്ങനെ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ഭരണാധികാരി അട്ടിമറി.